ഷൈമോൾക്കെതിരെ സ്റ്റേഷൻ ആക്രമിച്ചു എന്നൊക്കെയുള്ള കേസുകളാണ് വന്നിട്ടുള്ളത്. അതൊക്കെ കോടതിയിൽ എങ്ങനെയായിരുന്നു? അവർ കോടതി അതിനൊക്കെ എങ്ങനെയായിരുന്നു പരാമർശമോ? അവർക്ക് അത് ഫുട്ടേജ് അവിടെ ഉണ്ട്. അവർക്കത് ജസ്റ്റ് ഒന്ന് റിവൈൻഡ് അടിച്ച് നോക്കി കഴിഞ്ഞാൽ അറിയാമല്ലോ. നമ്മൾ ആക്രമിക്കുന്നതോ അവിടെ തല്ലി പൊളിക്കുന്നതോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും. എല്ലാ ഫുട്ടേജും എല്ലാ കാര്യങ്ങളും അവിടെ വ്യക്തമായിട്ടുണ്ട്. അവർക്കത് നോക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. കോടതിയെ സംബന്ധിച്ച് ഇപ്പോൾ കൊടുത്തിട്ടുള്ള നമുക്ക് ഈ ലഭിച്ചിട്ടുള്ള ഈ ഒരു വീഡിയോ അവരൊന്ന് പ്ലേ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ഇത് തീരുമാനമാവും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് പൂർണ്ണ ഉറപ്പാണ്. അത് ഞങ്ങൾ ഫുള്ള് കണ്ടു കഴിഞ്ഞു ആ വീഡിയോ. ഞങ്ങൾ അതിൽ ഒരു തെറ്റും ഞങ്ങൾ അവിടെ ചെയ്യുന്നില്ല. ഞങ്ങളൊരു പോലീസിനെ ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ പോലീസിനെതിരെ നമ്മൾ ഒരു കാര്യങ്ങളും നമ്മൾ അവിടെ ചെയ്യുന്നില്ല. ആൾക്കാർക്ക് അത് പ്രൂവ് ചെയ്യാനായിട്ട് ആൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള വിശ്വാസമുണ്ട് ഞങ്ങൾക്ക്. ഈ നിയമപരമായിട്ട് പോകുന്ന ആ സന്ദർഭങ്ങൾ 1.5 വർഷത്തിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന്, പ്രതാപ് ചന്ദ്രൻ്റെ ഭാഗത്തുനിന്നൊക്കെ ഏതെങ്കിലും രീതിയിലുള്ള കോൺടാക്റ്റുകൾ ഉണ്ടായിട്ടുണ്ടോ? ഇന്നലെ ഈ ഫുട്ടേജ് പുറത്ത് വന്നതിന് ശേഷം ഏതെങ്കിലും രീതിയിലുള്ള? ഇല്ല. ഇപ്പോൾ അന്ന് ലാസ്റ്റ് നമ്മൾ ഒരു ഇത് പോയിൻ്റായിരുന്നു. നമ്മൾ ആ ഒരു പ്രശ്നങ്ങളൊക്കെ നടക്കണ്ടായിരുന്നില്ലേ, ഈ പോലീസ് മർദ്ദനം അങ്ങനത്തെ കാര്യങ്ങളുടെ സമയത്ത് ഞങ്ങൾക്കൊരു കവറേജ് വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ ഇത് പൂർണ്ണയിലേക്ക് എത്തും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ ഇരിക്കുന്നത്. എന്താ വെച്ചാൽ ഞങ്ങൾക്കത് ആ ഫുട്ടേജ് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. അതിന് മുമ്പൊക്കെ ആയിട്ട് നമ്മളതിനെ കോൺടാക്റ്റ് ചെയ്യലും കാര്യങ്ങളും, ആ പുള്ളിക്കാരൻ കോൺടാക്റ്റ് ചെയ്തിട്ടില്ല, വേറെ ആൾക്കാർ കോൺടാക്റ്റ് ചെയ്യലും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഭീഷണിപ്പെടുത്തുന്നതല്ല അത്. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ നമ്മൾ ഈ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നു, നിങ്ങളൊരു പ്രശ്നം ഉണ്ടാക്കുമ്പോൾ നിങ്ങളടുത്ത് പറയുന്നത് നിങ്ങൾക്ക് നാളെയും ഇതിൽ വർക്ക് ചെയ്യേണ്ടതല്ലേ എന്നൊക്കെ പറയുമ്പോൾ അതിനെ ഭീഷണി എന്ന് തന്നെയാണ് പറയാം. ഇനി എങ്ങനെയാണ് ഇത്? ഇപ്പോൾ സസ്പെൻഷനാണ്, അതുപോലെ തന്നെ വകുപ്പ് തല അന്വേഷണമാണ്. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും നിങ്ങൾ പ്രതീക്ഷിക്കുന്നു? ന്യായമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ബഹുമാനപ്പെട്ട കോടതിയുടെ കയ്യിൽ നിന്ന് ഇതിന് ന്യായമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാവണം. അപ്പോൾ എൻ്റെ വൈഫ് ഗർഭിണിയാണ്, 2 മക്കൾ കയ്യിലുണ്ട്. കുഞ്ഞുങ്ങളുടെ കഴുത്ത് പോലും ഉറച്ചിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത്. അപ്പോൾ അത് പിടിച്ച് വലിച്ച് അവരാദ്യം ഉന്നയിച്ചിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ മാധ്യമങ്ങളിൽ ഉണ്ടായിരുന്നു പുള്ളി. അതായത് കുഞ്ഞുങ്ങളെ വലിച്ചെറിഞ്ഞു, ജുവൽ സെക്ഷൻ പ്രകാരമാണ് ഞങ്ങൾക്ക് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇവള് കുഞ്ഞുങ്ങളെ വലിച്ചെറിഞ്ഞു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനൊക്കെ മറുപടി കൊടുക്കണ്ടേ? കള്ളക്കേസ് ഒരാളുടെ പേരിലിടുമ്പോൾ കൊടുത്തു കഴിഞ്ഞിട്ട് അതിന് മറുപടികൾ കൊടുക്കണ്ടേ? അപ്പോൾ നമ്മൾ ഇന്നലത്തെ ആ ഫുട്ടേജിൽ തന്നെ കണ്ടു കഴിഞ്ഞു കുഞ്ഞുങ്ങളെ മറ്റ് 2 സ്ത്രീകൾ വാങ്ങിക്കുന്നതാണ്. അപ്പോൾ അതിലെല്ലാത്തിനും മറുപടി അവിടെ കൊടുക്കട്ടെ അവർ കോടതിയിൽ. എന്തായാലും നിലവിൽ ഒരു ശുഭപ്രതീക്ഷയാണ്. പക്ഷേ മറ്റ് നടപടിക്രമങ്ങളിലേക്ക്, നിലവിലുള്ള നടപടികൾ മാത്രമല്ല മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കണം, അതിനുള്ള പോരാട്ടം തുടരുമെന്ന് തന്നെയാണ് ഇരുവരും വ്യക്തമാക്കുന്നത്. ക്യാമറാമാൻ ബിനു ഈശ്വരമംഗലത്തിനൊപ്പം ATS ശ്രുതി, അമൃത ന്യൂസ്, കൊച്ചി.